പലരിലേക്കും നമ്മുടെ വീഡിയോസ് എത്തിക്കില്ല. YT സ്റ്റുഡിയോ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. 4000 വാച്ച് ടൈം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാം എന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആ വീഡിയോസാണ് കേട്ടോ. അപ്പം അറിയാത്തത് അത്യാവശ്യം വീഡിയോസ് കുഴപ്പമില്ലാതെ ചാനലുകൾ പോകുന്ന ആൾക്കാരാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളും എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ തന്നെ ഞാൻ പറയാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരു ഏണിങ്സ് എന്നുള്ള ചിന്തയോട് കൂടിയല്ല യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തത് കേട്ടോ. സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഫേസ്ബുക്ക് ID തുടങ്ങുന്നത് പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. യൂട്യൂബ് ചാനൽ തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഇതിൽ നിന്ന് ഏണിങ്സ് കിട്ടും എന്നുള്ള ബോധം ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടായത്. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഫസ്റ്റ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെ നോക്കിയാലും 1000-ന് താഴെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 500, 600, 200 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വ്യൂസ് തീരെ താഴെ നിന്നൊരു ചാനലാണ്. സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം ഒരാൾ വന്നു എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഫസ്റ്റ് ടൈം എനിക്ക് അത്യാവശ്യം അറിയാവുന്നവരൊക്കെയാണ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും. അപ്പം നിങ്ങൾ വീഡിയോസ് ഇടാൻ താല്പര്യപ്പെടുന്നവരും യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾ അക്കൗണ്ട് യൂട്യൂബിൽ തുടങ്ങുന്നത് കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് YT സ്റ്റുഡിയോ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം കേട്ടോ. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് വീഡിയോസും യൂട്യൂബിൽ നിന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് യൂട്യൂബിൽ നിന്നല്ല അപ്ലോഡ് ചെയ്യുന്നത്. അൺലിസ്റ്റ് ചെയ്തിട്ടാണ് യൂട്യൂബിൽ നിന്ന് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. യൂട്യൂബിൽ നിന്ന് അപ്ലോഡ് ചെയ്തതിന് ശേഷം പബ്ലിക് ആക്കുന്നത് YT സ്റ്റുഡിയോയിൽ നിന്നാണ്. യൂട്യൂബിൽ നിന്ന് വീഡിയോസ് നേരിട്ട് പബ്ലിക് ആക്കുമ്പോൾ എനിക്കെന്ന് വെച്ചാൽ വ്യൂസ് തീരെ കുറവായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യം ഇത് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല, എനിക്കതുകൊണ്ട് അറിയില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് വീഡിയോസ് സ്ട്രെയിറ്റ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നും YT സ്റ്റുഡിയോയിൽ നിന്ന് വേണം പബ്ലിക്കാക്കി അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ അറിയാൻ കാരണമായത് കേട്ടോ. യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ചാനലെല്ലാം തുടങ്ങി വ്യൂസ് കൂട്ടാൻ ശ്രമിക്കുക. അതിനൊക്കെ ഉപരിയായിട്ട് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 4000 വാച്ച് ടൈം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? അതിന് നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു, മറ്റു പലരും വഴി ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. നമ്മൾക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ ലൈവ് ഒരുപാട് ഉപകാരപ്രദമായിരുന്നു കേട്ടോ. ലൈവ് ഒരുപാട് ഉപകാരപ്രദമാണ്. വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും ലൈവ് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്നാണ്. ലൈവ് എങ്ങനെ ഉപകാരപ്പെടുന്നു ചോദിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ലൈവിൽ നല്ല ലൈവാണെങ്കിൽ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലൂടെ നമുക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സ്ഥിരമായി ലൈവ് ഇടുന്ന ഒരു ആൾക്കാരാണെങ്കിൽ സ്ഥിരമായി സബ്സ്ക്രൈബേഴ്സ് കൂടാനും നമുക്ക് ഒരുപാട് ചാൻസ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ ലൈവ്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ഏറ്റവും കൂടുതലൊരു വഴിയാണ് ഷോർട്ട് വീഡിയോ. ഷോർട്ട് വീഡിയോയിലൂടെ കൂടുതലായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ ഏറ്റവും എളുപ്പമാണ് കേട്ടോ. പിന്നെ വാച്ച് ടൈം നമുക്ക് ഷോർട്ട് വീഡിയോയിലൂടെ ഒത്തിരി വാച്ച് ടൈം ഒന്നും നമുക്ക് 4000 വാച്ച് ടൈമോളം കംപ്ലീറ്റ് ആകണം. ഷോർട്ട് വീഡിയോയിലൂടെ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ആകണമെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് എനിക്ക് ഷോർട്ട് വീഡിയോയിൽ നിന്ന് വലിയ വാച്ച് ടൈം കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് കംപ്ലീറ്റ് ആയത് ലൈവിലൂടെയും പിന്നെ ലോങ് വീഡിയോയിലൂടെ നമുക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനൊക്കെ മുമ്പ് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഉറപ്പിക്കണം. കോമഡിയാണോ, ഫുഡ് സംബന്ധമായിട്ടാണോ, വ്ളോഗ് സംബന്ധമായിട്ടാണോ, അത് ട്രാവൽ സംബന്ധമായിട്ടുള്ള വീഡിയോസാണോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. നിങ്ങൾ ആദ്യം 1-2 വീഡിയോസ് ഇട്ട് നോക്കുക. ഏറ്റവും കൂടുതൽ വ്യൂസ് നിങ്ങൾക്ക് ഏതിലാണോ കിട്ടുന്നത് അത് തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെ വരുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ. ലോങ് വീഡിയോസിൽ അത്യാവശ്യം വാച്ച് ടൈം നമുക്ക് കയറും. 4000 വാച്ച് ടൈം കയറും കേട്ടോ. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ സൈലന്റ് ലൈവ് ഇട്ട് വരുമ്പോഴൊക്കെ വാച്ച് ടൈം പെട്ടെന്ന് 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ പറ്റി. ആദ്യം എനിക്കറിയില്ലായിരുന്നു, ഭയങ്കര പാടായിരുന്നു വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ. വലിയ കാര്യമായിട്ട് 1-2 പോയിൻ്റൊക്കെ ചെറിയ തോതിൽ കയറുന്നുണ്ടായിരുന്നുള്ളൂ. വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ ഭയങ്കര പാടായിരുന്നു. കാരണം നമ്മുടെ യൂട്യൂബിൽ മോണിറ്റൈസിന് അപ്ലിക്കേഷൻ കൊടുക്കണം. നമുക്ക് 2 ഇതാണ് ഉള്ളത്. ഇല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ടൈമും, ഇല്ല 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് ടൈമും ആണ്. അപ്പം എനിക്ക് നേരത്തെ തന്നെ 1000-ന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ ഞാൻ പറഞ്ഞ ലൈവ് എന്ന് തുടങ്ങി ചാനൽ തുടങ്ങി കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈവ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട നമ്മുടെ വീഡിയോസിന് വ്യൂസ് കയറണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തത് ഒന്ന് ലൈവ് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു ദിവസം 7 മണി സമയത്തും രാവിലെ ഒരു 7 സമയത്ത് 11:30 സമയത്ത് 2 മണി സമയത്ത് ഒക്കെയാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. 1ഉം 2ഉം അല്ല, അത്യാവശ്യം വീഡിയോസ് പലരിലേക്കും എത്തുന്നത് വരെ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ഒരു ദിവസം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5ഉം 6ഉം വീഡിയോസൊക്കെ തന്നെ ഒരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്നും തന്നെ ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മുടെ വീഡിയോസ് പലരിലേക്കും എത്താനും വ്യൂസ് കിട്ടാനും ഒരുപാട് ചാൻസ് ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ 1-2 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇട്ടുപോയി കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച മടി പിടിച്ചിരുന്ന് പിന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ചിലപ്പോൾ അതേ വ്യൂസ് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം തന്നെ നമ്മുടെ വ്യൂസും കാര്യങ്ങളും പോകും. പിന്നെ യൂട്യൂബ് അത് പലരിലേക്കും നമ്മുടെ വീഡിയോസ് എത്തിക്കില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ വ്യൂസ് കൂട്ടാനും വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാനും മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് 1 ലൈവ് ഇടുക, 2 ലോങ് വീഡിയോസിൽ നിന്നും വ്യൂസ് കിട്ടും. ഷോർട്സിൽ നിന്നും വ്യൂസ് കിട്ടില്ല എന്നുള്ളതല്ല, വ്യൂസ് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വാച്ച് ടൈം കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂസ് നമുക്കുണ്ടായിരിക്കണം. പിന്നെ ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഏത് ആപ്പിൽ നിന്നാണോ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്തത് ഇൻഷോട്ടിൽ നിന്നാണ് കേട്ടോ. ഇൻഷോട്ടിൽ നിന്നാണ് ഞാൻ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ല ഏത് സാധാരണക്കാർക്കും തുടക്കക്കാർക്കും നമുക്ക് എളുപ്പത്തിൽ ഇൻഷോട്ടിൽ നിന്നും വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഫോട്ടോസൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇൻഷോട്ട് വീഡിയോ എടുക്കും, ഇൻഷോട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് പൈസ പോകുന്നൊന്നും നോക്കണ്ട, പൈസ പോവില്ല. എനിക്ക് ഡൗൺലോഡ് ചെയ്തപ്പം പൈസയൊന്നും പോയില്ല കേട്ടോ. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് കിട്ടാതെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മറ്റു പലതിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ചില വീഡിയോസ് നമ്മൾ പാട്ടുകൾ മ്യൂസിക്കുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ അപ്പോൾ ട്യൂൺസ് വേണമെങ്കിൽ നമുക്ക് ഇൻഷോട്ടിൽ തന്നെ നമുക്കുള്ള വീഡിയോയ്ക്ക് അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം ട്യൂൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒരുപാട് സോങ്സ് കിട്ടാനും മറ്റു പല ആപ്പുകളും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ യൂട്യൂബിൽ നിന്നും എങ്ങനെ വീഡിയോസ് ചെയ്യാന്നുള്ള വീഡിയോ കോപ്പിറൈറ്റ് ഇല്ലാതെ യൂട്യൂബിൽ നിന്നും എങ്ങനെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് ഞാനത് മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എങ്ങനെ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യുക, വ്യൂസ് കൂട്ടുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. പിന്നെ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കണമെങ്കിൽ മാക്സിമം നമ്മൾ ലൈവ് ഇടുക. ലൈവിൽ നിന്ന് നമുക്ക് വാച്ച് ടൈം മാത്രമല്ല 4000 വാച്ച് ടൈം മാത്രമല്ല കംപ്ലീറ്റ് ആക്കാൻ പറ്റുക, നല്ല ബന്ധങ്ങൾ കിട്ടും, നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് പലരും യൂട്യൂബേഴ്സ് ഉണ്ടാവും നമ്മുടെ ലൈവിൽ, നമുക്കറിയാത്ത അറിവുകൾ പലരും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അത് തന്നെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെന്ന് വെച്ചാൽ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൽ നിന്നാണ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും നല്ല നല്ല ഒരുപാട് ബന്ധങ്ങൾ കിട്ടി. അവിടെ നിന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഒന്നും അറിയാതെ യൂട്യൂബിൽ വന്നൊരു വ്യക്തിയാണ്. യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടും എന്ന് ഉറപ്പില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടാൻ എളുപ്പമാണ്. എളുപ്പം എന്ന് വെച്ചാൽ ഇച്ചിരി നമ്മളൊന്ന് മെനക്കെട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഏണിങ്സ് അതിൽ നിന്ന് ഉണ്ടാക്കാന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഫസ്റ്റ് നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കുക. അതിന് വ്യൂസ് കൂട്ടാനുള്ള മാർഗ്ഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് വേണമെങ്കിൽ നിങ്ങൾ 1-2 വീഡിയോസ് ഇട്ട് നോക്കുക. അതിൽ ഏത് തരത്തിലുള്ള വീഡിയോസിനാണോ നിങ്ങൾക്ക് വ്യൂസ് കൂടുതൽ അങ്ങനെയുള്ള വീഡിയോസ് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്കറിയാവുന്ന അറിവുകൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്ന എങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ഷോട്ടിലൂടെ എങ്ങനെ ഷോർട്ട് വീഡിയോസ് ലോങ് വീഡിയോസ് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം ആ വീഡിയോസ് കാണുന്നവരെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.